ഹലോ, എല്ലാവർക്കും സ്ഥിതിയേക്കപ്പള്ളി റെസ്റ്റോറൻറ്റ് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ലൊരു വൈറ്റനിങ് ക്രീമാണ് നമ്മളിന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യം മാത്രമേ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പം ആഴ്ചയിൽ ഒരു പ്രാവശ്യം യൂസും ചെയ്യാൻ പാടുള്ളൂ. പിന്നെ അത് തന്നെയല്ല, വൺ ടൈം യൂസാണത്. അത് പിന്നെ നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ട് അധികം ഉണ്ടാക്കി പിറ്റേ ദിവസം ഉപയോഗിക്കാം, അതൊന്നും നടക്കില്ല. പിന്നെ ഒറ്റ ദിവസം, ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് ഉപയോഗിക്കാനും പാടുള്ളൂ. അത് ഉണ്ടാക്കി വെച്ചാൽ പിന്നീട് ആ ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ തീർക്കുകയും വേണം. അപ്പം അതാണ് നമ്മുടെ പിന്നെ പാക്കിൻ്റെ ഒരു ഇത്, പിന്നെ ഒരു പ്രത്യേകത. അപ്പോൾ നല്ല പിന്നെ സ്കിൻ നല്ല ഗ്ലോ ആവും. പ്രത്യേകിച്ച് നമ്മുടെ ഈ മുഖത്ത് ഇതൊക്കെയുള്ള കൊച്ചു കൊച്ചു കറുത്ത പാട്, ടാൻ ഇതൊക്കെ മാറും. അപ്പം നിങ്ങൾ അതിൻ്റെ ഞാൻ പറഞ്ഞേക്കണ ആ രീതിയിൽ തന്നെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത്. പിന്നെ പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇതിൽ നമ്മൾ കുറച്ച് ചെറുനാരങ്ങ നീരൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആഴ്ചയിൽ ഒരു പ്രാവശ്യം മാത്രമാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ചെറുനാരങ്ങ നീര് നമുക്ക് ഒരിക്കലും ഡയറക്റ്റ് യൂസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഈ ഒരു നമ്മുടെ ഒരു പാക്ക് ഉണ്ട്, അത് നിങ്ങൾ കണ്ടു നോക്കുക. അപ്പോൾ അതൊക്കെ എല്ലാവരും നല്ലതായിട്ട് പിന്നെ ഞാൻ പറയണ രീതിക്ക് തന്നെ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ടൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ടാണ്. പ്രത്യേകിച്ച് നമ്മുടെ മുഖത്തെ കൊച്ചു കൊച്ചു കറുത്ത പാടുകളൊക്കെയാണ് ഇത് ഉപയോഗിച്ചാൽ പോകുന്നത്. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോവാം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്നാണെന്നറിയാമോ? ഒരു അടിപൊളി ഒരു പാക്കാണ്. അപ്പോൾ ഇത് നല്ല സ്കിൻ ടൈറ്റാവും എല്ലാം ചെയ്യും. അപ്പോൾ ഇത് നമുക്ക് ആഴ്ചയിൽ ഒരു പ്രാവശ്യം ചെയ്താൽ മതി. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ നമുക്കൊരു മുട്ട എടുക്കാം. അപ്പം മുട്ട അത് ഓൾറെഡി ഇവിടെ പൊട്ടിയിരിപ്പുണ്ട്, അപ്പം ഞാൻ അത് തന്നെ എടുക്കുന്നത്. ഇതിൻ്റെ വൈറ്റ് മാത്രം നമുക്ക് മതി. മഞ്ഞ വേണ്ട, വൈറ്റ് മാത്രം. എന്ന് വെച്ച് നമുക്ക് ഇതിലോട്ട് എന്താ ചേർക്കേണ്ടതെന്ന് അറിയാമോ? ചെറുനാരങ്ങ നീര് പകുതി പോലും വേണ്ട കേട്ടോ. നമുക്കിത് ഇത്രയുള്ള ചെറിയൊരു പീസ് മതി. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് പിഴിഞ്ഞത് മുഴുവൻ ഒഴിക്കണം. എന്ന് വെച്ച് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മുടെ ഈ ഫോർക്കില്ലേ, അതുകൊണ്ട് ബീറ്റ് ചെയ്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് ബീറ്റ് ചെയ്ത് കിട്ടും. അപ്പം ഇത് സ്കിൻ ടൈറ്റ് ആവാനൊക്കെ ഇല്ലേ ഭയങ്കര നല്ലതാണ്. പിന്നെ ചെറുനാരങ്ങ നീര് സ്കിന്നിന് നല്ലതാണ്. ഒരിക്കലും നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ചെറുനാരങ്ങ നീര് നമ്മൾ ഇട്ട് കൊടുക്കരുത്. ഇങ്ങനെ എന്തെങ്കിലും മിക്സ് ചെയ്ത് വേണം ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഇപ്പം നല്ലതായിട്ട് ഇത് ഇതിലോട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇതിൽ പോലെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചട്ടി ചൂടായതിന് ശേഷം നമ്മൾ നേരത്തെ ഈ പാക്കൊക്കെ ഇത് അടിച്ചു വെച്ചിരുന്നില്ലേ, നമ്മുടെ എഗ്ഗും ലൈമും കൂടി, അത് നമുക്ക് ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തേക്ക് നന്നായിട്ടൊന്ന് ഇളക്കണേ. അപ്പോൾ ഇതുപോലെ ആക്കിയെടുക്കണം, കണ്ട. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റുമേ. ഇനി നമുക്കിത് ഒരു ബൗളിലോട്ട് മാറ്റാം.
എന്ന് വെച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇതുപോലെ ഫോർക്ക് കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ നല്ലൊരു ക്രീം പോലെ ആട്ടോ ഇപ്പം ഇരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ. ഉണ്ടോ? അപ്പോൾ നമുക്ക് ആ എഗ്ഗിൻ്റെ ആ സ്മെല്ലും കാണത്തില്ല, ചെറുനാരങ്ങ നീര് ഒഴിച്ചേക്കണോണ്ടേ. ഇനി നമുക്കിതിലോട്ട് അടുത്ത് ചേർത്ത് കൊടുക്കേണ്ട സാധനം കുറച്ച് തൈരാണ്. കുറച്ച് തൈര് ചേർത്ത് കൊടുത്താൽ മതി, അധികം അങ്ങോട്ട് ലൂസാക്കരുത്. അപ്പോൾ ഇപ്പോൾ നല്ല ക്രീം പോലെ ആയിട്ടുണ്ട്, കണ്ടോ? അപ്പോൾ ശരിക്കും നമ്മൾ ഒരു ക്രീമൊക്കെ എടുത്ത് വെക്കത്തില്ലേ. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല. ഇത് നമുക്ക് ഉണ്ടാക്കി അന്ന് തന്നെ ഇടണം. അപ്പോൾ എപ്പോൾ ആവശ്യമുണ്ട് നമുക്ക് അപ്പം ഇത് ആവശ്യമുള്ള ദിവസം എടുക്കുക, ഉപയോഗിക്കുക. അങ്ങനെയാണ് ഇതിൻ്റെ. ഇനി നമുക്ക് അടുത്തായിട്ടൊരു സാധനം കൂടി ചേർക്കണേ. ഇനി നമുക്ക് എന്താണെന്നറിയാമോ, ഏത് പൗഡറാണ് നിങ്ങൾ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ അതെടുക്കുക. കണ്ടോ? അപ്പം ഞാൻ ദേ 1 സ്പൂൺ പൗഡർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്നത് ഇതിലോട്ട് പയ്യെ വേണേ, പൗഡർ ആയതുകൊണ്ട് പെട്ടെന്ന് ഇതാവും. അപ്പോൾ ഇത് ആഴ്ചയിൽ 1 വട്ടം ചെയ്ത് കൊടുക്കട്ടെ. നിങ്ങളുടെ സ്കിന്നിൻ്റെ എന്താ പറയണ, ചുളിവും പിന്നെ എല്ലാം മാറും, ടാനും ഒക്കെ മാറും. പിന്നെ നമ്മുടെ കൊച്ചു കൊച്ചു കറുപ്പ് പാടുകളൊക്കെ ഉണ്ടാവില്ലേ, ഇതെല്ലാം മാറി നല്ല അടിപൊളിയായിട്ട് ഇരിക്കും. അപ്പോൾ ഇതെങ്ങനെയൊക്കെയാണ് നമുക്ക് പുരട്ടണേ നമുക്ക് നോക്കാം. അപ്പോൾ കണ്ട നല്ല ക്രീമായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ അന്നുള്ള ആവശ്യത്തിന് ഇപ്പം നമ്മൾ അന്നുള്ള ആവശ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആഴ്ചയിൽ 1 ദിവസം നമ്മൾ ഇടുന്നുള്ളൂ. പിന്നെ നമുക്ക് അപ്പോൾ അത്രയും മതി. നമ്മുടെ ചെറുനാരങ്ങ നീരൊക്കെ ചേരുന്നതുകൊണ്ട് എപ്പോഴും നമുക്കത് സ്കിന്നിന് കേടാം. അപ്പോൾ ആഴ്ചയിൽ 1 ദിവസം നമ്മളിങ്ങനെ യൂസ് ചെയ്യുക. അതായത് നിങ്ങൾക്ക് വല്ല ഫംഗ്ഷനൊക്കെ പോകണ്ടെന്നാണെന്നുണ്ടെങ്കിൽ ഏറ്റവും അടിപൊളിയാണ്, നല്ലൊരു ഗ്ലോ ആയിരിക്കും. അപ്പോൾ നമുക്കിത് എങ്ങനെ ഇടണ്ടേന്നൊക്കെ നോക്കാം. അപ്പോൾ അതേ കണ്ടോ, നമ്മുടെ ക്രീം നല്ല അടിപൊളി ക്രീമായിട്ടായിരിക്കും. കണ്ടോ? അത് നമ്മൾ നന്നായിട്ട് അങ്ങോട്ട് തേച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് പൗഡറും ഒക്കെ ആഡ് ചെയ്തേക്കണ കൊണ്ട് തന്നെ നമുക്ക് ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല കേട്ടോ. നല്ല കട്ടിക്ക് തന്നെ ഇട്ടും കൊടുക്കുക. നല്ലൊരു റിസൾട്ടാണ് ഇതിന്. എല്ലാ പാക്ക് ഇടുന്ന പോലെ തന്നെ വെറും 20 മിനിറ്റ്.
അപ്പോൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യം നമ്മുടെ സ്കിൻ ടൈറ്റ് ആവാനും കൂടി നമുക്കിത് ഉപയോഗിക്കാം. പിന്നെ നമ്മുടെ മുഖത്ത് അഴുക്കുകളും ഒക്കെ എല്ലാം കൂടി നമുക്ക് എന്താ പറയുക, അഴുക്കൊക്കെ അതും പോകും, സ്കിന്നൊക്കെ ടൈറ്റും ആവും. അപ്പോൾ നമുക്ക് ഒറ്റ യൂസിൽ ഡബിൾ റിസൾട്ട് കിട്ടുന്നതാണ്. നമ്മുടെ കഴുത്തിലോട്ടും കൂടി അങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചെറുനാരങ്ങ നീരിടുമ്പോൾ തന്നെ നമ്മുടെ എഗ്ഗിൻ്റെ പകുതി വലിയ മാറും. പോരാത്തിന് നമ്മൾ പൗഡറും യൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളിത് ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങളിതിൻ്റെ റിസൾട്ട് പറയുക. അല്ലാണ്ട് ഉപയോഗിക്കണേ കാട്ടും മുമ്പ് തന്നെ എല്ലാവരും പറയും, ഓ ചുമ്മാതാ ഇതാന്നൊക്കെ പറയും. ഉപയോഗിച്ചിട്ട് മാത്രം റിസൾട്ട് പറയാം കമൻറ്റിൽ കൂടി. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ ഇടുന്ന നിവ്യ ക്രീമൊക്കെ പോലെ തന്നെ അത്ര സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ അതേ ഇതിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്കിനി 20 മിനിറ്റ് ആയിട്ട് കാണാമേ. അപ്പോൾ ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞ സമയം കഴിഞ്ഞിട്ടുണ്ട്, 20 മിനിറ്റ്. അപ്പം നമുക്ക് ഇനി എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നിത് ഒരു മസാജ് ചെയ്ത് കൊടുക്കണം. വെറുതെ ഒന്ന് സിമ്പിളായിട്ട്. എന്നതിന് ശേഷം നമുക്കിത് തുടച്ച് മാറ്റാം. അപ്പം നമ്മുടെ മുഖത്തെ അഴുക്കുകളും ഒക്കെ പോയി മുഖം നല്ല ക്ലീൻ ആവും കേട്ടോ ഇത് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. അഴുക്ക് അങ്ങോട്ട് അതുപോലെ അങ്ങോട്ട് ഭയങ്കരമായിട്ട് നമുക്ക് അഴുക്ക് പോയായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഇത് ആഴ്ചയിൽ ഒരു തവണ ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മളെവിടെയെങ്കിലുമൊക്കെ പോകുന്നുണ്ടെങ്കിൽ അന്ന് രാവിലെ ഇട്ട് കൊടുക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ എപ്പോഴും നമുക്കിത് ചെയ്യാൻ പറ്റില്ല. ആഴ്ചയിൽ ഒരു ദിവസം മാത്രം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ഒരു ക്ലീനപ്പ് ചെയ്യണ ഒരിതാണ്. ആഴ്ചയിൽ ഒരു ദിവസം മുഖം നന്നായിട്ട് ക്ലീൻ ചെയ്യാം. പിന്നെ എന്തെങ്കിലും പാക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക്, ഞാൻ ഒത്തിരി പാക്കിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ ഇടാം നമുക്ക്. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ് അല്ലേ. അല്ലാണ്ട് വേറെ ഒരു ഇതുമില്ല. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ് എല്ലാം. അതും ആഴ്ചയിൽ ഒരു ദിവസം ഒന്ന് ചെയ്താൽ മതി, മുഖം നല്ല ക്ലീനാവും. നമ്മുടെ കൊച്ചു കൊച്ചു കറുത്ത പാടൊക്കെയില്ലേ, അതൊക്കെ ശരിക്കും അങ്ങ് കാക്കപ്പുള്ളി പോലെയുള്ള പാടുകളും ഒക്കെ പോകും. ഞാനിപ്പോൾ കുറച്ചായിട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട്.
ഞാനിപ്പോൾ 1 മാസമായിട്ടുണ്ട് ഇത് ചെയ്യാൻ തുടങ്ങിയിട്ട്. പക്ഷേ നിങ്ങളെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് നല്ല ഒരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ മാത്രം കാണിച്ചു തന്നാൽ മതിയല്ലോ. ആഴ്ചയിൽ ഒറ്റ പ്രാവശ്യം. അപ്പോൾ നിങ്ങൾക്ക് സുഖമാണ്. സൺഡേ നിങ്ങൾക്ക് അവധിയുള്ള ദിവസമൊക്കെ ആണെങ്കിൽ അന്ന് മാത്രം ചെയ്യുക. അപ്പോൾ കഴുത്തും കൂടി നമ്മൾ ചെയ്യണേ, എന്നാലേ ഉള്ളൂ. അല്ലെങ്കിൽ രണ്ടും രണ്ട് തരാവും, പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. അതെൻ്റെ മുഖം നോക്കിക്കേ. നിങ്ങൾ പണ്ട് എൻ്റെ വീഡിയോ കണ്ടിരുന്നവർക്കൊക്കെ അറിയാൻ പറ്റും. നിറച്ച് പാടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് എൻ്റെ മുഖത്ത്. ഇപ്പോൾ നല്ലതായിട്ട് മുഖത്തെ കറുത്ത പാടുകളൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ചെയ്ത് കൊടുക്കുക. മുഖമൊക്കെ എല്ലാം ക്ലീനാക്കുക, മുഖം ടൈറ്റാക്കുക. അപ്പോൾ മുഖം ടൈറ്റാക്കണേക്ക് ആഴ്ചയിൽ ഒരു പ്രാവശ്യം നമ്മൾ ചെയ്ത് കൊടുത്താൽ മതി. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്നെ ഒന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ഇട്ട് കാണാം. താങ്ക് യു.